ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സമയം രാത്രി 8 മണിയാട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള, തൃശ്ശൂരിൽ നമുക്ക് നൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസാണ് നമ്മൾ നോക്കിയിരുന്നത്. നമുക്ക് നൈറ്റ് ലൈഫായിട്ട് ആസ്വദിക്കാൻ പറ്റിയ, പിള്ളേർക്ക് കൊണ്ട് പോയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ സ്ഥലം കിട്ടി. നമ്മൾ ഇരിങ്ങാലക്കുട അടുത്ത് വാടാനപ്പള്ളിയിലുള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പോകുന്നത് കൊടകര ഇരിങ്ങാലക്കുട 3 പീടിക വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് ഏകദേശം നമ്മുടെ വാടാനപ്പള്ളി സ്നേഹതീരം ബീച്ചിനോട് അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കോടാലിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം 7 മണി 7:15 കേട്ടോ. നൈറ്റ് അവിടെ 24 ഹവറാണ് കാണിക്കുന്നത്. പക്ഷേ 24 ഹവർ കാണിക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ചെല്ലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൂടി വന്നാൽ ഒരു 11-12 മണി വരെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മൾ പോയി നോക്കുകയാണ്. നൈറ്റ് നമുക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മഴ അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റൊക്കെ ആകുമ്പോൾ ഒന്നാമത് നമ്മുടെ റോഡുകളിലുള്ള കുഴിയൊന്നും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല കേട്ടോ. ചിലതിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് തന്നെ പണിയായിരിക്കും. അതൊരു ഇടങ്ങേറ് മാത്രമാണുള്ളത്. അങ്ങനെ നമ്മൾ കൊടകര എത്തിയിട്ടോ ഫ്രണ്ട്സ്. കൊടകരയാണ് നമ്മുടെ ഈ കാണുന്ന ടൗൺ. കൊടകരയിൽ നമ്മൾ വലിയ മാറ്റമൊന്നും കാണില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെയാണ്. പിന്നെ ടൗണിലൊരു പുതിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടകര സെൻറ്ററിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ബിൽഡിങ്ങാണ്. പിന്നെ ഷോപ്പുകൾ ഇതൊക്കെ വരുന്നുണ്ട് അതിൽ. അപ്പോൾ അവിടെ ഇനി ഒരു ചെറിയ രീതിക്ക് വികസനം വരും. പിന്നെ താണ്ടെ നമ്മുടെ KR തുണിക്കട, ജ്വല്ലറി അതൊക്കെ ഉണ്ടായിരുന്നത് അവർ ഒഴിവാക്കി. ഇപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട ഭാഗത്തുള്ള 3 പീടിക വഴിയിലുള്ള നമ്മുടെ കൽപ്പക വെഡ്ഡിങ് ഡ്രസ്സുകളുടെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. മിക്കവർക്കും അറിയാം. അവരാണത് റിന്യൂ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവരെടുത്തിരിക്കുകയാണ്. അത് നടത്തിപ്പിന് വേണ്ടിയിട്ടാണോ സെയിലാണോ നമുക്കറിയില്ല. അതുപോലെ പിന്നെയുള്ള ഒരു തുണിക്കടയാണ് പന്തലുകാരൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ബോയ്സ് സ്കൂൾ കേട്ടോ. നമ്മുടെ കൊടകര ബോയ്സ് സ്കൂള്, ജുമാ മസ്ജിദ് ഒക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഗ്ലാസ്സിൽ ചെറുതായിട്ട് കോട വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടകര ടൗണൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പബ്ബുലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് കട വന്നിട്ടുണ്ടായി. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അവർക്ക് അത്യാവശ്യം നല്ല ക്ലിക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ്, പുലിപ്പാറക്കുന്ന് ആ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഒരു കടയുടെ മുമ്പിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ലൈറ്റുകൾ. പക്ഷെ നമുക്ക് ഈ ലൈറ്റുകൾ കണ്ടപ്പോൾ ഒരു കല്യാണം, ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ ഇരിങ്ങാലക്കുട നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുട ടൗണിലൊന്ന് കറങ്ങണം. നമ്മൾ ഇരിങ്ങാലക്കുട ടൗണിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ ടൗൺ വഴി നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടേക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നേരെ 3 പീടികയ്ക്ക് പോകാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ വഴിയിലെത്തിയിട്ടാണ്. ഇതാണ് ക്രൈസ്റ്റ് കോളേജ്. ഇവിടെ നമ്മൾ ബോയ്സിൽ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ 2020 സിനിമ ഷൂട്ടിങ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഞാനൊക്കെ കൂടെ നമ്മളിവിടെ വർക്കിന് വന്നിരുന്നു. കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നൊരു ടൈമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് നമുക്ക് ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് സകലമാന നമുക്ക് നടന്മാരെ ഇവിടെ കാണാൻ പറ്റി കേട്ടോ. അന്ന് നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് മൊബൈലോ മറ്റുള്ളതൊന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നടന്മാരെ കവർ ചെയ്യായിരുന്നു. അന്ന് ഒരുപാട് പേരോടൊപ്പം ഫോട്ടോ എടുക്കുമായിരുന്നു. എല്ലാ നടന്മാരും നമുക്കറിയാമല്ലോ, 2020 സിനിമയിൽ അത്യാവശ്യം എല്ലാ വേണ്ടുന്ന നടന്മാരും കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ആ മെയിൻ ഗേറ്റ്. ഇവിടെയാണ് നമ്മുടെ ബാബുവിൻ്റെ ഈ കോടതി സീനൊക്കെ ഇതിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ കറക്റ്റ് ഉണ്ടായിരുന്നാണ് നമ്മുടെ മമ്മൂട്ടീനെ കാറിൽ ഇരുത്തിയിട്ട് ബാബുവിനോട് ഒന്ന് റൗണ്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. അതിവിടെയാണ് കേട്ടോ. സുരേഷ് ഗോപി ഇറങ്ങിയിട്ട് കൈ കാണിക്കുന്നത്, പോലീസ് വേഷത്തിൽ കൈ കാണിക്കുന്ന ഒരു സീനിൽ. ആ കോടതി സീനൊക്കെ ഇവിടെയാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് അതുപോലെ ബസ് സ്റ്റാൻഡ്, ടൗൺ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചിട്ടോ. ഇനി നമ്മൾ പോകുന്നത് നേരെ 3 പീടിക റോഡിലോട്ടാണ്. 3 പീടിക ചാവക്കാട് വഴിയിലേക്ക് നമ്മൾ വന്ന് ചാടിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ അഥവാ ക്ലോസിങ് ടൈം ആണെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മുടെ 3 പീടിക ചാവക്കാട് റോഡിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഹംദി കുഴിമന്തിയിലാണ് കേട്ടോ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഫ്രണ്ട്സുകളിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് കയറി കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. അപ്പോൾ പോയി നോക്കട്ടെ കേട്ടോ. പിള്ളേരൊക്കെ സെറ്റാണ്. അത് ആച്ചു, ഐസ എല്ലാവരും ഉണ്ട്. സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട് കേട്ടോ. അവർക്ക് ഇവിടെ ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം സീറ്റിംഗ് കാണുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് സെപ്പറേറ്റ് ഫാമിലി റൂമൊക്കെ കാണുന്നുണ്ട്. ബാത്റൂമിലേക്ക് കയറിയപ്പോഴുള്ള അവസ്ഥയുണ്ട് കാണുന്നത്. ടിഷ്യൂ വെച്ചിട്ട് ഇവിടെ ആരോ ത്രോ ചെയ്ത് കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ടിഷ്യൂ ഒക്കെ പുറത്താണ് കിടക്കുന്നത്. ഇതെന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഒരു വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ട് ഇവർ എല്ലാവരും പേപ്പറൊക്കെ ഇട്ടിട്ട് പോകുന്നത് ഔട്ട് സൈഡിലാണ് ഇട്ടിട്ട് പോകുന്നത്. വേസ്റ്റ് ബിന്നൊക്കെ വെറുതെ വെച്ചതുപോലെയായി. എന്തായാലും കൈ കഴുകിയാൽ ഇവിടെ നമുക്ക് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വാഷ് ബേസിൻ കാര്യങ്ങൾ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യമുണ്ട്. ജെൻസിനും ലേഡീസിനും അവൈലബിൾ ആണ്. അതൊക്കെ എന്തായാലും ഉപകാരമായി. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ ലൈസൻസ് കിട്ടിയില്ല, എന്തായാലും മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. മന്തി, ഒമാനി ഷുവ, അൽഫാം ഗ്രില്ല്, ഷുവ മന്തി ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് എന്ത് വേണമെന്നുള്ളത് അറിയില്ല, അച്ഛൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ മെനു ഒക്കെ കണ്ട് തിരിഞ്ഞും പറഞ്ഞ് ആലോചിച്ചിട്ട് നമുക്ക് എന്തായാലും പിള്ളേർക്ക് കഴിക്കാൻ പറ്റും തോന്നില്ലേ മറ്റുള്ള ഫുഡ്. അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്ത് അൽഫാം മന്തി തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ്. ഒരു ഫുള്ള് മതി, നമുക്ക് 4 കഴിക്കാനുള്ള ആവശ്യമായിരിക്കും ധാരാളം. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് സ്പെഷ്യൽ സെപ്പറേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ അൽഫാമോ ഷവായോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് വേറെയും ഇത് കിട്ടുന്നുണ്ടോ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അൽഫാം മന്തി ഇതാ എത്തി. ഇതാണ് സാധനം. ഇതാണ്ടേ നല്ല സെറ്റായിട്ട് സാധനം വന്നിരിക്കുന്നുണ്ട്. ഇനി ഇതിലെ എരിവ് ഇതൊക്കെ നമ്മൾ നോക്കണം, പിള്ളേർക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ ആണ്. ഗൈസ്, അപ്പോൾ ഈ മാൻഷൻ്റെ ഒക്കെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഭാവിയിൽ യൂസുഫ് അലിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ വീട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പള്ളി. യൂസുഫ് അലി സാറ് പണിത് വെച്ചിരിക്കുന്ന പള്ളിയാണിത്. അത്യാവശ്യം നല്ല മനോഹരമായ പള്ളിയാണ് കേട്ടോ. നല്ലൊരു ലാൻഡ്സ്കേപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല അതിൻ്റെ ഫ്രണ്ട് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ നമുക്ക് കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്, അടിപൊളിയാണ്. അപ്പോൾ പകലായിരിക്കും ഇതിൻ്റെ ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഈ കാണുന്ന ബീച്ച് സ്നേഹത്തിലാണ്. ഇവിടെയാണ്
ഇന്ന് നമ്മുടെ വേടൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയില്ലായിരുന്നു. ഇന്നായിരുന്നു ഇവിടെ ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനം. അതിനോടനുബന്ധിച്ച് വേടൻ്റെ പാട്ട് പരിപാടികൾ ഉണ്ടായിരുന്നു സ്നേഹതീരത്ത്. നമുക്കറിയാൻ പറ്റിയില്ല, നമ്മൾ എത്തിയപ്പോൾ ടൈം 11:45. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിച്ചു പോയിട്ടാ. ആദ്യം ആളുകൾ വിസിറ്റ് ചെയ്തിരുന്നത് സ്നേഹതീരാണെങ്കിൽ ഇപ്പോൾ അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള ഈ ബീച്ച് കേട്ടോ. ഓഹോ ബീച്ച് എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന ബീച്ചും കൂടെ ഇപ്പോൾ വിസിറ്റിംഗ് പ്ലേസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ബീച്ചിലോട്ട് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിൻ്റെ റോഡ് തന്നെ നമുക്ക് ശാന്തമായിട്ട് കിടക്കുന്നുണ്ട്. കാരണം പാതിരാത്രിയായി, എല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന ടൈമായി. ഇനി അവിടെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ അത്യാവശ്യം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും കേട്ടോ. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ സ്ഥലം വന്ന് തിരികെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് എന്തായാലും പാതിരാത്രി ആയാലും നമ്മളിവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഇതാണ്, നമുക്ക് അവിടെ നിന്ന് വെട്ടം കാണാം. ഈ വെട്ടം കാണുന്ന പ്ലേസാണ് മക്കളെ ഓഹോ ബീച്ച്. സംഭവം അടിപൊളിയാണ്, കളർഫുള്ളാണ്. 24 hour ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. മഴ കൂടെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. മഴ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒത്തിരി പാടായിരിക്കും പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരുടെ പാർക്കിംഗ് വരുന്നത് റൈറ്റ് സൈഡിലാണ്, തെങ്ങിൻ തോപ്പിലാണ് കേട്ടോ പാർക്കിംഗ് വരുന്നത്. നമ്മുടെ വണ്ടിയിൽ തേങ്ങ വീഴാതൊക്കെ നമ്മൾ സേഫായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഇവരൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഓഹോ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കളർഫുള്ളാക്കിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി സേഫായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും തെങ്ങാണ് കേട്ടോ. അപ്പോൾ രക്ഷയില്ല, നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും വീഴില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലോട്ട് കയറുകയാണ് കേട്ടോ. അവരുടെ ഓഹോ ബീച്ചിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ദാണ്ടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഷോപ്പുകളുണ്ട്. അത്യാവശ്യം ഡ്രിങ്ക്സ് അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ ഫുഡ് കോർട്ട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരാം. നമുക്ക് ഫുള്ളായിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ട് ഇവരുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ്ട് ഫ്രണ്ടിലൊരു കവാടമായിട്ടൊരു ചെറിയൊരു ബ്രിഡ്ജ്, അതിൽ ലൈറ്റ് LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം രാത്രി 11:30 കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ 11:30 ആയിട്ടുണ്ട്. ഇതൊന്നല്ല നമ്മൾ ഫോണിൽ ഇത് കണ്ടപ്പോൾ കേട്ടോ, ഗൂഗിളിൽ കണ്ടപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഇവർ എന്തുകൊണ്ടാണത് ഓഫാക്കിയിട്ടിരിക്കുകയാണോ നമുക്കറിയില്ല. താഴെ ഈ ബ്രിഡ്ജിനടിയിലായിട്ടൊരു ചെറിയൊരു പൂളുണ്ട്, അതിൽ ചെറിയ മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ പുല്ലും ഉണ്ട്. പുല്ലും സെറ്റ് ചെയ്താണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സീ ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ അപ്പുറത്തെ ഡ്രിങ്ക്സ്, ഇവിടെ അതുപോലെ മറ്റുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ പൂളിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ നിങ്ങൾ, അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ അവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ചു ചെറിയൊരു മഴ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എളുപ്പം കവർ ചെയ്യണം കേട്ടോ. നമുക്ക് ബീച്ചിലോട്ട് പോകാം. ഈ കാണുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് ബീച്ചിലൊന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം കേട്ടോ. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഒരുപാട് തെരുവ് നായ്ക്കൾ കേട്ടോ. അത് ഇവർ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നതാ ഈ ടീംസ്.
തെരുവ് നായ്ക്കൾ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് കഴിച്ച് നമ്മുടെ ടേബിളിലൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ തിന്നിട്ടാണോന്ന് അറിയില്ല, ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ തെരുവ് പട്ടികളുടെ കടി കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലങ്ങും വിലങ്ങും അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ടേബിളുകൾ കിടക്കുന്നുണ്ട്. ടേബിള്, അതുപോലെ തന്നെ ബെഞ്ച്, നമുക്ക് ഇരിക്കാനായിട്ടുള്ള ചെയർസൊക്കെ ഉണ്ട്. പക്ഷേ ആരുമില്ല കേട്ടോ, സ്ഥലം കാലിയാണ്. ആരോ ഫുഡൊക്കെ കഴിച്ച് പോയതിൻ്റെ ബാലൻസൊക്കെ അവിടെ കിടപ്പുണ്ട്. അതാണ് ഇവിടെ നിന്ന് പട്ടികളൊന്നും പോകാത്ത എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ബീച്ചിലോട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിലൂടെ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങി ചെല്ലാം. ബീച്ചിൽ ഒന്നാമത് തന്നെ നമുക്ക് നല്ല ഇരുട്ടാണല്ലോ, ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കടലൊക്കെ നമുക്ക് തിരമാല അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കടൽക്കാറ്റിൻ്റെ ഒരു ചെറിയ കുളിര് നമ്മുടെ മേനിയിൽ അടിക്കുന്നുണ്ട്. കടൽ തിരമാലകൾ കാണാൻ നമുക്ക് അവർ കളിക്കുന്നതാണ്. ശാന്തമായ ബീച്ചാട്ടോ, അവിടെ വേറെ ആരുടെയും ശല്യമില്ല. ഇപ്പോൾ നമുക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കടൽ തിരമാലകളൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ കാഴ്ച നമ്മുടെ കണ്ണിൽ പെട്ടത്. നമ്മുടെ ഫുഡ് കോർട്ട്, ഓഹോ ബീച്ചിൻ്റെ ഫുഡ് കോർട്ടൊക്കെ നമുക്ക് ഈ നൈറ്റ് വ്യൂവിൽ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കിയത്. നിങ്ങൾ അടിപൊളി വൈബാട്ടോ. ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു കിഡു ആംബിയൻസ്, നോക്കി ഒരു രക്ഷയില്ല ഈ ഒരു കാഴ്ച. ഇത് പൊളിച്ച് ഇവിടുത്തെ തണുത്ത കാറ്റ്, ഇതിനോടനുബന്ധിച്ചുള്ള ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. നൈറ്റിൽ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കാനായിട്ട്. മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് മഴ കാരണം കൊണ്ടാണ് ഞങ്ങൾ ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ടിരിക്കുന്നത്, അത് ഷോർട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ പറയുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല കിടുമായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ മനോഹരമായൊരു തടാകം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഒരു തടാകം വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സീറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെ ശരിക്ക് വീക്കെൻഡിൽ ആണ് കേട്ടോ ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത്. ഇട ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കുറവാണ്. അതിവിടെ ഉള്ള ആളുകൾ പ്രത്യേകം പറയുന്നുണ്ട്. വീക്കെൻഡ് ആഘോഷിക്കാനാണ് കേട്ടോ ഇവിടെ പൊതുവെ ആളുകൾ വന്നെത്തുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിൽ നിന്ന് കയറാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു കേട്ടോ. വീണ്ടും തുടങ്ങി മഴ. നല്ല മഴയും മാത്രമല്ല, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇവർ കെട്ടിയിരിക്കുന്ന ഈ ടെൻറ്റിലൊക്കെ നമ്മൾ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ ടെൻറ്റുകളൊക്കെ കേട്ടോ. കയറി നിന്ന് നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ കയറി നിന്നുണ്ടെങ്കിലും നനയും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കണം, മഴ നനയാതിരിക്കണമെന്നുണ്ടെങ്കിൽ. ഒരു രക്ഷയില്ല കേട്ടോ, ഭാര കാറ്റും മഴയാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് കോർട്ടിൽ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളതെന്ന് കേട്ടോ. നമുക്ക് അതുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് മോമോസിൻ്റെ ഷോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വരുന്നത് അടുത്ത ഷോപ്പ് എന്താ നമുക്ക് നോക്കാം. ഇത് മോമോസാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ബേക്കറി വരുന്നുണ്ട്, ചെറിയൊരു ബേക്കറി ഷോപ്പ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ദോശ, ബിരിയാണി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട്. പട്ടികളുടെ ശല്യം കാരണം ഇവിടെ നിൽക്കുന്ന പയ്യന്മാർ അവരെ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മളിനി പോകണം കേട്ടോ. യാത്ര തിരിക്കണം. നമുക്ക് ഇവിടെ വേടൻ്റെ ബോർഡൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വേടൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. എന്നായിരുന്നു ആ പരിപാടി ഉണ്ടാകും? നമ്മളെത്തിയപ്പോൾ സമയം നൈറ്റ് ആയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നൊരു അടിപൊളി കാഴ്ച കിട്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Asbaki